ഓക്കെ ഗേസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ബാക്ക് ടു അപ്പോൾ താങ്ക്സ്. ഓക്കെ ഗേസ്, പിന്നെ നമുക്ക് പോകുന്നത് ഖുറാമ. ഈ 9-10 എപ്പിസോഡ്സിലെ കുറിച്ചുള്ള ഫുൾ സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് മോൺസ്റ്റർ ആയിരിക്കുന്ന അപ്പുറത്തും ഒരു നല്ലവരുണ്ടെന്ന് കണ്ടുപിടിച്ച നമ്മളെ നറുട്ടോ ഉസുമാക്കി. അപ്പോൾ നമുക്കപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്നത് നമ്മളെ ഖുറാമയെ കുറിച്ചാണ്. ലീഫ് വില്ലേജ് കൊണ്ട് ജീവൻ വിട്ട സേവിയർ നമ്മളെ ഖുറാമ. ഓക്കെ, നമുക്കപ്പോൾ ഓവറായിട്ട് പറയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് കടന്നാലോ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് നല്ല കിടക്കാൻ കേട്ടാ. പല 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധം നടത്തുന്നു. അത് 1000 വീരர்கள் ചേർന്ന യുദ്ധമല്ല, ഒരു അമ്മയും 2 മക്കളും തമ്മിലുള്ള യുദ്ധം. അത് വേറെ ഏത് യുദ്ധവുമല്ല. അവർക്ക് ദൈവത്തിന് നികരുള്ള ശക്തികളുള്ള ആൾക്കാർ അവരാണ് കാവ്യയും ആദരമുസുക്കിയും വേറെ ആരും ഇവർ. അപ്പോൾ അമ്മയെ ഇവർ 2 ആൾക്കാരും സീൽ ചെയ്ത് പിന്നെ അവരെ ഏറ്റവും വലിയ 10 ടൈൽഡ് വിഷൻ എന്ന് പറഞ്ഞ ബീസ്റ്റിനെ നമ്മൾ ആദരമുസുക്കി ഒരു പവർഫുൾ ജൂട്സിനുണ്ട്. അതിനെ നശിപ്പിച്ചു. പിന്നെ അത് 9 ടൈൽഡ് ബീസ്റ്റ് ആക്കി മാറ്റി. അതിൽ 9 ടൈൽഡ് ബീസ്റ്റ് ഒരു ടൈൽഡ് ബീസ്റ്റാണ് നമ്മളെ 9 ടൈൽഡ് ബീസ്റ്റ്. അപ്പോൾ ഈ 9 ടൈൽഡ് ബീസ്റ്റ് എല്ലാ ടൈൽഡ് ബീസ്റ്റിനും നമ്മൾ ആഗ്രാമിൻ്റെ അകത്ത് വെക്കുകയാണ്. സ്വന്തം കുട്ടികളെ പോലെയാണ് നോക്കുക. അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ ആദരാമിൻ്റെ ലാസ്റ്റ്, അതായത് അവസാന കാലഘട്ടം വന്നു. ഇനി നിങ്ങളും നിങ്ങളെ പ്രകൃതിയും നിങ്ങളെ സൂക്ഷിക്കണമെന്ന് വെച്ചിട്ട് ഓരോ സ്ഥലത്ത് ഓരോ ടെലിവിഷൻ വിട്ടു. ഖുറാമയെ വിട്ടിട്ട് ഒരു പഴയൊരു അമ്പലത്താണ്. പിന്നെ അങ്ങനെ തന്നെ നമ്മളെ ആദര മോട്സുസുക്കിയും ചത്തു. അങ്ങനെ പല 100 വർഷങ്ങൾക്ക് ശേഷം ഖുറാമയെ അവിടെ തന്നെ കുറേ വർഷം താമസിച്ചു. പിന്നെ അവിടെ വന്നിരിക്കുന്ന ലാൻഡ് ഓഫ് ഫയറിൻ്റെ മുകളിൽ നിന്നാണ്. പിന്നെ അവിടെ ജനത്തുക അതിയാവുന്നതുകൊണ്ട് മരങ്ങൾ വെട്ടിയിട്ട് വീടുകൾ വെച്ച്. അത് നമുക്ക് മനസ്സിലായിട്ട് ഖുറാമ ഫുള്ളായിട്ട് കോവാണ് മനുഷ്യന്മാർ പേര്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഖുറാമ കണ്ട ഏറ്റവും മനുഷ്യനായിട്ട് കണ്ട് വേറെ ആരും ആദര മോട്സുക്കിയ. അവൻ എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ 9 ടൈൽഡ് ബീസ്റ്റിനെ കണ്ടിട്ട് എല്ലാവർക്കും പേടിക്കുന്നത് ഇത് മോൺസ്റ്റർ എന്ന് പേരിട്ട്. ഷിനോബീസ് വന്ന സമയത്താണ് ഇതിനെ പേടിക്കാണ്ട് നമുക്ക് ഇനി പിടിക്കാന്ന് വെച്ചിട്ട് നമ്മളെ ഹിഡൻ ക്ലൗഡ് വില്ലേജിൽ നിന്ന് നമ്മളെ സിൽവർ ബ്രദേഴ്സ് വന്നിട്ട് പിടിക്കാൻ നോക്കിയതാ. പക്ഷേ ഇവരെ പിടിക്കുന്ന സമയത്തിൽ ഇവരെ തിന്നു കളഞ്ഞു. ഫുള്ളായിട്ടൊന്നും തിന്നു കഴിഞ്ഞിട്ടില്ല. 2 ആഴ്ച അതിൻ്റെ അകത്ത് എന്തൊക്കെ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2 ആഴ്ച അവരെങ്ങനെയൊക്കെ പോയി. പിന്നെ അവർക്ക് ആരുമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഖുറാമ കുറച്ച് ദിവസത്തേക്ക് കുറേ ഇത് തലമുറ അപ്പോഴാണ് മാതൃ ഉച്ച ഗെംജൂസിൽ പെടുത്തിയിട്ട് ഹാഷിറാമൊക്കെ ഫൈറ്റ് ചെയ്ത് ഹാഷിറാമേനോടൊപ്പം. അത് പല ദിവസങ്ങൾ നടന്നു. അങ്ങനെ അതിൻ്റെ അവസാനം നമ്മളെ ഖുറാമ മാതൃയുടെ ഗെംജൂട്സുന്ന് ഹാഷിറാമ എങ്ങനെയൊക്കെ രക്ഷിച്ചു. പക്ഷേ ഖുറാമ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി നമ്മളെ കൺട്രോൾ എടുക്കുന്ന കുറച്ച് മനുഷ്യന്മാരുടെ അടുത്തുള്ള ആ കോപം തണയാൻ നോക്കുമ്പോഴത്തേക്ക് കുറേ അതൊക്കെ ആയിട്ടാണ് 9 ടൈൽസ് ആയത്. നമ്മൾ ഇങ്ങനെയും കുറേ ടൈൽഡ് ബീസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ആശ്രമം ഇത് എല്ലാ ടൈൽഡ് ബീസ്റ്റും പിടിച്ചിട്ട് അതിന് ഒരു ജിഞ്ചുരിക്കാക്കി വെച്ച് അത് ഓരോരോ വില്ലേജിലായിട്ട് തന്ന്. അങ്ങനെ കുറേ വില്ലേജിൽ അത് തന്നു. ഹിഡൻ ക്ലൗഡ് വില്ലേജ്, അങ്ങനെ കുറേ വില്ലേജിന് ജിഞ്ചുരിക്ക് എന്ന് പറഞ്ഞ ഇത് തന്നു. ഇത് അവരുടെ ഭാര്യയാണ് 9 ടൈൽസിൻ്റെ ജിഞ്ചുരിക്ക്. കാരണം കുറേ ചക്ര വേണം നമ്മളെ 9 ടൈൽസ് താങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഉസ്മാക്കി കള്ളം ചേർത്ത് അവരെ ഭാര്യ മീട്ടോ ഉസ്മാക്കിക്ക് എന്ന് ഇത് ഇട്ടത് 9 ടൈൽസിനെ. അങ്ങനെ 9 ടൈൽസ് കുറേ ശ്രമിച്ചു ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ പറ്റിയിട്ടേയില്ല എതിരായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീട്ടോ ഉസ്മാക്കി അന്നാണ് ലാസ്റ്റ് ദിവസം മീട്ടോ ഉസ്മാക്കിൻ്റെ പ്രസവ നാൾ.
ആ പ്രസവം നാൾ മീറ്റോസുമാക്കിന് സീൽ പൊട്ട് തിരക്കാൻ പോയതാണ്, പക്ഷെ അത് പൊട്ടിട്ടില്ല. പിന്നെ നമ്മൾ ആശാരാമൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം വന്ന് നമ്മളെ മീറ്റോസുമാക്കിൻ്റെ അപ്പോഴാണ് ഇവിടുത്തെ ഏതൊരു വില്ലേജിൽ നിന്ന് ഒരു കുഷീന ഉസുമാക്കി ഒരു പെണ്ണിനെ വിളിക്കും. കാരണം അടുത്ത 9 ടൈൽസിനെ സെഞ്ചുറിക്ക് ഇവരാക്കാന്ന് വെച്ചിട്ടാണ് വിചാരിച്ചത്. പിന്നെ പറയാം അവർ നിനക്കൊരു ഹാട്രേഡ് വേണ്ട, നിനക്ക് ഫുള്ളായിട്ട് ലവ് ആൻഡ് കെയർ വേണ്ട ഒരാൾ വേണം നിനക്ക്, അപ്പോഴേ നിനക്ക് 9 ടൈൽസിനെ കട്ടുപെടുത്താൻ പറ്റും, ലവ് വേണം അതിനെ. അങ്ങനെ കുഷിന ഉസുമാക്കിയാണ് രണ്ടാമത്തെ നമ്മൾ 9 ടൈൽസിൻ്റെ ജിഞ്ചുരിക്കായി മാറ്റി. ഇത് നമ്മളെ സീലിംഗ് ജൂസ് നമ്മളെ അപ്പോഴത്തെ ഹൊക്കാകെ തേർഡ് ഹൊക്കാകെ ഇർസൽ സർട്ടോബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത് പുതിയതായിട്ട് 9 ടൈൽസിൻ്റെ ജിഞ്ചുരിക്ക ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മളെ കുഷിന ഉസുമാക്കി കിഡ്നാപ്പ് ചെയ്യും. പക്ഷേ അവിടുത്തെ റെഡ് ഹെയർ ഇങ്ങനെ എല്ലാവരും സ്ഥലത്ത് വിട്ടിട്ടുണ്ടാവും. അപ്പോഴാണ് അവരെ ക്ലാസ്സിൽ പഠിക്കുന്ന മിനാട്ടോ നമികാസ വന്നിട്ട് എല്ലാവരും ഇടിച്ചിട്ടിട്ട് നമ്മൾ കുഷിനയെ രക്ഷിച്ചുകൊണ്ട് പോകും. അങ്ങനെ മീറ്റോ ഉസുമാക്കി നമ്മളെ മിനാട്ടോ രക്ഷിക്കുന്ന പറഞ്ഞാൽ അവർ സീലിംഗ് ജൂസ് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഇവർ തന്നെ അറിയാണ്ട് ഇവർക്ക് സ്നേഹമുണ്ടായി, പക്ഷെ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ കുഷിനെ കുറച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ കുറാമനെ കൺട്രോൾ ചെയ്യാൻ കുറേ സമയമാവും. അതുകൊണ്ട് ഈ സീലുണ്ട്, ഈ സീലിൻ്റെ അപ്പുറത്ത് പോയാൽ നമ്മൾ കുറാമ ഈസി ആയിട്ട് നമ്മളെ കുഷിനെ ടേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെ നമ്മൾ മിനാട്ടോ ഇതൊക്കെ തോക്കണമെങ്കിൽ റസിംഗ് ഗൺ എന്ന് പറഞ്ഞ ഒരു ജൂസ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ സീലോട്ട് പുറത്തോട്ട് വന്ന് അപ്പോൾ 9 ടൈൽസ് കുഷിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ മിനാട്ടോക്ക് നല്ല പഞ്ച് കൊടുത്തു. എന്നാലും നമ്മൾ മിനാട്ടോ ഒന്നും വിട്ടില്ല, ഒരു സീലിംഗ് ജൂസ് വിട്ടു, പക്ഷെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ മിനാട്ടോ പറയും, ഞാനിവരെ വെറുതെ വിടത്തില്ല, ഞാൻ കുഷിനെ ലവ് ചെയ്യുകയാണെന്ന്. അപ്പോൾ കുഷിന അവൻ്റെ സീലിംഗ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ കുറാമെ സീൽ ചെയ്തു, പക്ഷെ നമ്മളെ പറ്റിയില്ല. നമ്മൾ മിനാട്ടോ നമികാസ അവൻ്റെ ഉള്ളിൽ പോയിട്ട് റസിംഗ് ഇട്ടിട്ട് ഒറ്റൊരു അട്ടി. അപ്പോൾ തന്നെ അവർ കൺട്രോൾ നിന്ന്. ഇതിനൊക്കെ കാരണം എത്ര സീലിംഗ് ജൂസ് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ മിനാട്ടോ ലവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അന്ന് കുറാമയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. അതാണ് മീറ്റോ ഉസുമാക്കി നമ്മൾ കുഷിന ഉസുമാക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ കുറച്ച് കാലഘട്ടം നമ്മൾ കുറാമയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മിനാട്ടോ നമികാസയോടൊപ്പം ലവ് ഉള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവർ കല്യാണം കഴിച്ചു. പിന്നെ അവസാനം ഇവർ പ്രസവം അന്നാണ് ലാസ്റ്റ് ഇവർ പ്രസവ ദിനത്തിൽ ഈ സീല് പൊട്ടു വെച്ചിട്ട് മുന്നിൽ കുറേ അൻപ് ബ്ലാക്ക് ഓപ്സും ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം നല്ലവണ്ണം കഴിഞ്ഞു. ഒക്ടോബർ 13 നമ്മൾ നറുട്ടോ ജനിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് ആ മാതറ എന്ന് അറിയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഒബിറ്റോയിട്ട് നമ്മളെ നറുട്ടോയെ കൈതിയേറ്റ് പിടിക്കും. പിന്നെ 9 ടൈൽസിനെ പുറത്തോട്ട് വിടും. പിന്നെ അവൻ്റെ കൺട്രോൾ ഉണ്ടായിട്ട് പിന്നെ നമ്മൾ മിനാട്ടോ നമികാസയാണ് അപ്പുറത്തെ ഹൊക്കാഗെ ആയതുകൊണ്ട് നമ്മൾ ഒബിറ്റോനെ തടഞ്ഞ്, അതായത് മാടനെ തടഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പോക്കി. പക്ഷെ 9 ടൈൽസ് ഇനി നമ്മൾ സീൽ ചെയ്യുന്ന വെച്ചിട്ട് ആ വില്ലേജ് നശിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഈ സമയം നോക്കിയിട്ട് നമ്മളെ കുഷീനകത്ത് അത്രയ്ക്ക് ചക്കര ഉണ്ടാവില്ല. കുഷീന പറയും, ഇനി 9 ടൈൽസ് നമുക്കുള്ള സീൽ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് സീൽ ചെയ്യും. പക്ഷെ ഒട്ടും ചക്കര ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു ഡീപ്പ് സീൽ പറഞ്ഞിട്ട് നമ്മളെ മിനാട്ടോ നമികാസ ഇടും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മിനാട്ടോനകത്ത് യാങ് നമ്മൾ നറുട്ടോനകത്ത് കയറ്റാൻ നോക്കുമ്പോഴത്തേക്ക് കുറാമ ഇങ്ങനെ നറുട്ടോയെ കൊല്ലാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ മിനാട്ടോവും കുഷിയെ അവരുടെ ജീവൻ വിട്ടിട്ട് എങ്ങനെയൊക്കെ നറുട്ടോനകത്ത് സീൽ ചെയ്തു. അങ്ങനെ നറുട്ടോൻ്റെ അകത്താണ് കുറാമ സീലായിട്ടുള്ളത്. പക്ഷെ ഇവന് ഹാട്രൈഡേ കിട്ടിയിട്ടുള്ളൂ, ഒരു ലവ് ആൻഡ് കെയറിൽ ഒരാളും പോലും വന്നിട്ടില്ല. അങ്ങനെ കൊണ്ട് കുറാമ ഇവരെ കുറച്ച് കൺട്രോൾ ആക്കിയിട്ട് കുറച്ച് പണികളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിന് വേറൊരു പവർ കൂടിയുണ്ട്. നമ്മൾ നറുട്ടോക്ക് എന്ത് മുറി പറ്റിയാലും നമ്മൾ കുറാമ ചക്ര വന്നിട്ട് രക്ഷിക്കും. പിന്നെ വന്നാലും നമ്മൾ കുറാമ ചക്ര വന്നിട്ട് ഇവരെ രക്ഷിക്കും. പക്ഷെ ഇവരെ മോൺസ്റ്ററായിട്ട് കണ്ട എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ കുറാമ ഇതിൻ്റെ ശക്തിൻ്റെ രുചി കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ നറുട്ടോയെ സീൽസ് ഉറപ്പിക്കാമെന്ന്. പക്ഷെ നറുട്ടോൻ്റെ നല്ല ഗുണങ്ങൾ ഇവനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാ ടൈറ്റിബിസിൻ്റെ അടുത്ത് നല്ലവണ്ണമായി പഴകും. പക്ഷെ നമ്മൾ കുറാമയ്ക്ക് അതൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ അന്ന് സാസ്കേൻ്റെ കേസ്മാർക്ക് ഇടും. അപ്പോൾ നമ്മൾ 9 ടൈൽസ് വന്ന് ഇവ അടിക്കും. അപ്പോൾ നമ്മൾ 9 ടൈൽസിൻ്റെ കുറച്ച് ചക്ര തന്നുകൊണ്ട് ആ പാമ്പിനെ രക്ഷിക്കാൻ പറ്റും. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ജിറായ സെൻസെ വരും.
ജിറായ സെൻസിനെ കണ്ട് നാറുട്ടോ നമ്മൾ കുറച്ച് ഇത് സമണിങ് ജൂട്സ് പഠിക്കാന്ന് വെച്ചിട്ട് ഒരു കുഴിനകത്ത് ഇടും. അപ്പോഴാണ് നമ്മൾ കുറാമയെ നോക്കുന്നത്. നൈൻറ്റേൽസ് എനിക്ക് കുറച്ച് ചക്ര താനുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ചക്ര തന്നിട്ട് പെട്ടെന്ന് മോർട്ട് മുയാഗസിലുള്ള ഒരു തവളയെ സ്പോൺ ചെയ്തു നമ്മൾ. പിന്നെ നേജിയോടൊപ്പം ഫൈറ്റ് ചെയ്ത് എന്തോ നമ്മൾ ചക്ര നമ്മൾ ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ കുറാൻ പറയുന്നത് നീ അവന് ചക്ര എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എൻ്റെ ചക്രയ്ക്ക് മുമ്പ് നീ എൻ്റെ ചക്ര ഒന്നുമല്ല എന്ന് പറട്ടി അങ്ങനെ സീൻ നമ്മളെ കുറാമേൻ്റെ ചക്ര തന്ന് നമ്മൾ നേജി കണ്ണുകൊണ്ട് കണ്ടിട്ട് ഇതെന്ത് ചക്രയാന്ന് വെച്ചിട്ട് നോക്കിക്കൊണ്ട്. പിന്നെ അവസാനം നമ്മളെ ഫൈനൽ വരയിൽ നമ്മൾ സാസ്കെ പഠിച്ച് ആ കേസ്മാക്കും പ്ലസ് ചിഡോരിയും കൊണ്ട് നമ്മൾ നറുട്ടോ നല്ലോണം ഇതാക്കും. പിന്നെ ഷോൾഡർ തന്നെ കുറച്ച് എൻ്റെ ജിനൂരിക്കായിട്ട് നീ ഇങ്ങനെ അടി വാങ്ങുന്ന വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കൂടി അധികം ചക്ര തന്ന് നമ്മളെ കുറാമ. അപ്പോഴാണ് നമ്മൾ നറുട്ടോ ഫസ്റ്റായിട്ട് നയൻറ്റെയിൽസിൻ്റെ വൺ ടെയിൽ ബീസ്റ്റായിട്ട് വട്ടയിലായിട്ട് വരും. സാസ്കേനെ അടിക്കും, പക്ഷെ അന്നേരം നമ്മൾ കേസ് മാർക്കും ഇതൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾ നറുട്ടോയെ തോൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ 2 വർഷം നമ്മൾ ജിറായനോടൊപ്പം ട്രെയിനിങ്ങിൽ പോയി. അവിടെ നിന്ന് തന്നെ 2 ടെയിൽസ് വന്നിട്ട് നമ്മൾ ജിറായന് ഇവിടെ തന്നെ കുറച്ച് വലിയൊരു കപാടുണ്ടാവും. പിന്നെ മതി ഇനി മതി എന്ന് പറഞ്ഞിട്ടൊരു സീല് അങ്ങ് ഇടും. ആ സീലിന് ശേഷം നൈറ്റസ് വരാൻ കുറച്ച് നേരമാവും. പിന്നെ ഗാറയെ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ വൺ ടൈൽ ബിസിനസ് ചെയ്തുകൊണ്ട് നമ്മളെ 4th ചെയ്തിട്ട് നമ്മളെ ഡേഡാറെ പോളം അടിച്ച്. പിന്നെ നമ്മളെ കുറാമ ആ ഫൈറ്റ് ചെയ്ത് കുറാമ പിന്നെ അവിടുത്തെ ഇങ്ങനെ ശ്വാസം ഇട്ടിട്ടുണ്ടോ, ആ ശ്വാസം തന്നെ ഒരുത്തരം മേലെ പോയിട്ട് അവൻ്റെ കയ്യിൽ 9 ചക്ര വരും. ആ ചക്രയെ കൊണ്ട് കൺട്രോളേ ചെയ്യാൻ പറ്റില്ല. പിന്നെ നറുട്ടോയെ സഹായിച്ചതോടെ തന്നെ ആ ചക്ര ഓൻ്റെ അകത്തുള്ള 9 പുറത്തോട്ട് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ കക്കാഷി വയ്യാതായപ്പോൾ ടീം 7 പുതിയ ലീഡർ ഇട്ടു, അത് ക്യാപ്റ്റൻ യമാട്ടോ. കാരണം ക്യാപ്റ്റൻ യമാട്ടോയ്ക്ക് ഈ 9 കുറച്ച് കട്ടുപെടുത്താനുള്ള ശക്തിയുള്ളത് കൊണ്ട് നമ്മൾ യമാട്ടോയെ പിടിച്ചു. പക്ഷെ അപ്പോഴാണ് കുറാച്ചിമാരോട് അടുത്ത് പറയും സാസ്കേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കുറാച്ചിമാർ പറയും അവിടുത്തെ ഒരു ചൂട് കാറ്റെന്നേ പറയും എല്ലായിടത്ത്. അപ്പോഴാണ് നമ്മൾ 4th വന്നിട്ട് അപ്പോൾ അവിടെ ഇമ്മോർട്ടൽ ഉറാച്ചിമാരോ അല്ലാതെ വേറെ ആരെയുണ്ടെങ്കിൽ സമ്മതിക്കാൻ പറ്റത്തില്ലേനോ മോനെ. എന്ത് ഫൈറ്റ്, അടുത്തൊരു വലിയ കുഴി തന്നെ ആയിക്കളയും നമ്മളെ. പിന്നെ ഇതൊന്നും നമ്മൾ നറുട്ടൊക്കെ അറിയില്ല. പിന്നെ ഒരു സൈഡ് നമ്മൾ യമോട്ടോ എന്ന് പറയും, നിന്നെ കൊണ്ട് നമ്മളെ സാക്കുറയ്ക്ക് ഒരു മുറിവായിരുന്നു. അന്ന് തൊട്ട് കൺട്രോളായി ഉണ്ടായിരുന്നതാ. ഒരു ഇതായിട്ട് ഒന്നുമില്ല, ഒരു ഇതും പറ്റില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് പിന്നെ ജിറായെ കൊന്ന ശേഷം നമ്മളെ നറുട്ടോ മോമിയാക്കോ പോയിട്ട് സ്റ്റേജ് കൊണ്ട് പഠിച്ച ശേഷം പിന്നെ നമ്മൾ സ്റ്റേജ് മോഡ് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറാമായിട്ട് തടയുന്നതുകൊണ്ട് അവിടുത്തെ ആ ഓയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ സൂപ്പറായിട്ട് പഠിച്ച് നമ്മൾ സ്റ്റേജ് മോഡ് നറുട്ടോ സ്റ്റേജ് മോഡ് പഠിച്ച ശേഷം നമ്മൾ നേരെ നമ്മൾ ലീഫ് വില്ലേജ് അങ്ങ് വരും. ലീഫ് വില്ലേജ് ഓൾ മൈറ്റ് പുഷ് എന്ന് പറഞ്ഞ് നമ്മൾ പെയിൻറ്റ് ശക്തി കൊണ്ട് ആ ലീഫ് വില്ലേജ് നശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലീഫ് വില്ലേജ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ലീഫ് വില്ലേജ്, അപ്പോൾ നശിപ്പിച്ചു. അപ്പോൾ ഇത് കൺട്രോളിലുണ്ടാവും. എപ്പോഴാണോ ഹിനാട്ടിന് റിസീവൽ വേർഡ് പഠിച്ച കൺട്രോളാ മണ്ണ എന്തെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞ് 6 ടൈൽസ് വന്ന 10 8 ടൈൽസ് വന്നിട്ട് നമ്മൾ പെയിൻ അടിച്ചിടും. നമ്മൾ വിചാരിച്ചോട്ടാ ഗോഡ് ലെവൽ പവറുള്ള പെയിൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും 9 ടൈൽസിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ. ആ ഫൈറ്റ് ചെയ്ത ശേഷം അവൻ്റെ ഷർട്ടൊക്കെ കീഴ് കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സീൽ ഫുള്ളായിട്ട് തുറക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ മിനാടോ നമ്മിങ് വന്നിട്ട് അത് ശരിയാക്കും. ഉള്ള സത്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സീലൊക്കെ കുറച്ച് പൂട്ടി ശേഷം പിന്നെ നമ്മൾ കില്ലർ ബീൻ്റെ അടുത്ത് പോകും. കില്ലർ ബീൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ ഹെഡ് സോളിനെ നശിപ്പിച്ചിട്ട് നല്ല ലവ് ആൻഡ് കെയറുള്ള സോൾ തന്നെ ആക്കിയിട്ട് മാറ്റും. അതിന് നടുവിലാണ് ഒരു കോമഡിക്ക് നമ്മൾ നറുട്ടോ കുറാമയ്ക്ക് കുറച്ച് വലിയ ബാറ്റിലാണ് നടന്നിട്ടുണ്ടാവും. ഇതിൻ്റെ നടുവിൽ കുറാമയ്ക്കും നറുട്ടോക്കും ഷാരക് ലോൺസും സീനാണ്. ഇത് പറയാൻ തന്നെ കുറേ സമയം പിടിക്കുന്നത് അങ്ങനെ. ഓക്കെ, അതിന് ശേഷം നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ നറുട്ടോ ഫുൾ ടൈൽഡ് ബീസ്റ്റ് ആവാൻ പോയതിനും കുശിനെ കൊണ്ട് നമ്മൾ മറ്റേ ബ്ലേഡ് കൊണ്ട് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾ നറുട്ടോ കുറാമ ചക്ര മുകളിൽ തന്നെ പോയിട്ടുണ്ടാവും. അപ്പോൾ നറുട്ടോ പറയൂ എൻ്റെ അകത്തുള്ള ഹെഡ് റൈഡ് നശിപ്പിച്ചോ, ഇനി നിൻ്റെ അകത്തുള്ള ഹെഡ് റൈഡ് ഞാൻ നശിപ്പിക്കും. അപ്പോൾ പറയൂ എൻ്റെ അകത്തുള്ള ഹെഡ് റൈഡ് അത് ഞാൻ തന്നെയാണ്, ചെറിയ പൊടി പയ്യനെ കൊണ്ടൊന്നും തീരാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ നൈറ്റേഴ്സ് പറയും ഇവനൊക്കെ എൻ്റെ മുമ്പിൽ ഒന്നുമല്ല,
വന്നിരിക്കണം. പിന്നെ നമ്മളെ ഫോർട്ടേൽ, അതായത് പേരൊന്നും എനിക്കറിയത്തില്ല. അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് പേര് വിളിച്ചിട്ട് സംസാരിക്കുന്നത് നമ്മൾ നൈറ്റേൽസ് കാണും. ആദരാമയ്ക്ക് ശേഷം നൈറ്റേൽസിന് എല്ലാ ടെലിവിഷനെയും പേര് വിളിക്കുന്ന ഒരാൾ ഇവരാ. ഇപ്പം കുറാമ കണ്ട എല്ലാ ആൾക്കാരും ഒന്നും ശക്തി ഇല്ലെങ്കിൽ അവളെ ഫുൾ ശക്തി എടുക്കണം. നമ്മളെ നറുട്ടോട് നറുട്ടോനെ അല്ല, നറുട്ടോക്ക് ആരും അറിയില്ല. നറുട്ടോൻ്റെ അച്ഛനമ്മയ്ക്ക് വരെ അവന് ഫുള്ളായിട്ട് അറിയാം. പക്ഷെ കുറാമയ്ക്ക് നല്ലോണം അറിയാം. അവൻ ജീവിച്ച അന്ന് മുതൽ കുറാമ അവൻ്റെ അകത്തുണ്ട്. കുറാമക്ക് അറിയാം അവൻ ആരാന്ന്. അവന് ചെറിയ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് അവന് ഒത്തുക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ചെറിയൊരു മനുഷ്യനെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യണമല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റിസീവർ വേൾഡ് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പറയുന്നറിയാമോ കുറാമ. നീ എന്തൊക്കെയാണ് നല്ലോണം പറഞ്ഞ് നമ്മൾ എങ്ങനെയൊക്കെയോ ആ റിസീവർ വേൾഡ് അങ്ങ് എടുക്കും. പിന്നെ എല്ലാ ടൈൽഡ് പോകും മുമ്പ് അപ്പോൾ നറുട്ടോ തന്നെ വീക്കായിരിക്കും. അപ്പോൾ കുറാമ പറയും, എൻ്റെ ചക്ര നിനക്ക് വേണമെന്ന് പറയും. നമുക്ക് ബം ചെയ്യാം. അത് അവർ ബം ചെയ്യും. അതായത് എന്ത് ബമ്പുണ്ടായിരുന്നു ആ ബം ചെയ്യും. പിന്നെ ഗേറ്റ് തുറന്നിട്ട് ഫുൾ കുറാമ ചക്രയൊന്ന് പോയിട്ട് എല്ലാത്തിനും അടിച്ച് എല്ലാത്തിനും അടിച്ചു കൊടുത്തു. നമ്മളെ കക്കാശി കോണില്ല, അത് നമ്മളെ മിനാട്ടോ തന്നെ കണ്ട്. അപ്പോൾ സേവിയർ നമ്മളെ മോൺസ്റ്ററായി നറുട്ടോ കുറാമ ഇപ്പോൾ സേവറായി. പിന്നെ നറുട്ടോ പറയും, നീയും ഇനി ഒരു ഷിനോബിയാണ്, എന്നോടൊപ്പം ചേർത്ത് വരാറ്. അപ്പോൾ എല്ലാ ടെലിവിഷനും അവൻ്റെ ചക്ര കൊടുക്കുമ്പോൾ നറുട്ടോക്ക് കുറാമയ്ക്ക് മുമ്പിൽ അത് നറുട്ടോ ആദരാ മോട്സസുക്കെ പോലെയാണ് അത്ര വിശ്വസിക്കുന്നുണ്ട്. ബുബിറ്റോ പറയും, നിന്നോട് പറ്റൂല, നിന്നോട് ഇവരാരും രക്ഷിക്കാൻ പറ്റില്ല, മിനാട്ടോയും ജിറായും നിന്റെ പേരെ വെറുതെ വെച്ചെന്ന് അങ്ങനെ വിശ്വാസം വെച്ചാൽ നിന്നെ കൊണ്ട് ഒന്നും പറ്റൂലെന്ന്. അപ്പോൾ നമ്മൾ കുറാൻ പറയും, എന്നെ ഒരു സ്വിച്ച് ചെയ്ത് വേടാന്ന് അവൻ്റെ അടുത്ത് കൊണ്ട് സംസാരിക്കാണ്ടത്. അപ്പോൾ പറയും നറുട്ടോ സ്വിച്ച് ചെയ്യും, നീ ഇവൻ്റെ അടുത്തൊന്നും വെക്കല്ലേ, ഞാൻ മിനാട്ടോ നിന്നെ എപ്പോൾ വരുമോ അവരെ നിന്നെ അടിച്ചു ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെൻ്റെ അടുത്ത് വിട്ടേ, ഇവനോട് പറ്റൂ നറുട്ടോ നീ ഇറങ്ങി അടിക്ക് എന്ന് പറഞ്ഞിട്ട് പറയും. അത്ര വിശ്വസിക്കുന്നത് നമ്മുടെ നറുട്ടോ അല്ല. കാരണം നറുട്ടോ ഇപ്പം നല്ലോണം വിശ്വസിക്കുന്നത് നമ്മുടെ കുറാമ. അങ്ങനെ എല്ലാ ആൾക്കാരും മാതറയെ ഒബിറ്റിനെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും 90 ചക്ര കൊടുക്കണം പറഞ്ഞിട്ട് എല്ലാവരും കൊടുക്കും. അപ്പോഴാണ് കുറാമ ഈ നറുട്ടോ എത്ര വേദനയാണ് അനുഭവിച്ചിരിക്കുന്നത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പോൾ മിനാട്ടോ നമികാസാണ് കുറാമ പറയൂ, ഇവനാണ് എൻ്റെ അടുത്ത ഒരു പകുതിയെ സീറ്റായിട്ട് പറഞ്ഞു നിർത്തിയത്. പിന്നെ നമ്മളെ മിനാട്ടോ നമികാസിൻ്റെയും കുറാമയും എൻ്റെ നമികാസിൻ്റെ കുറാമയും ഒന്നിച്ച് സംസാരിക്കും. അങ്ങനെ അവരും ബം ചെയ്യും. അങ്ങനെ എല്ലാവരും ബമ്പേറ്റി പറയാം. അങ്ങനെ യാങ് എന്ന് പറയുന്നതാണ് രണ്ടെണ്ണം. അതായത് എന്ന് പറയുന്നത് കുറച്ച് യാങ് എന്ന് പറയുന്നത് കുറച്ച് ഗുഡ്സുകളാണ്. എന്ന് പറയുന്നത് നല്ല ഒരു ഹാട്രഡ് ഇതൊക്കെ ഉള്ളതാണ്. അത് നിങ്ങൾ നോക്കണം. ഇന്നിനെ കൺട്രോൾ ചെയ്യുന്നത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ നമ്മളെ യാങ് കൺട്രോൾ ചെയ്യുന്നത് നല്ല ഇതാണ്. അങ്ങനെ അത് പഠിച്ച ശേഷം നമ്മൾ മിനാട്ടോ നമികാസ് 90 ചക്ര മുണ്ടെന്ന് പറ്റുന്നുണ്ടെങ്കിൽ സാധാരണ വിഷയമല്ല കേട്ടോ. ഞാൻ പറയാം, സാധാരണ വിഷയമല്ല അത്. അങ്ങനെ നമ്മൾ ഗൂസ് ബം ചെയ്തിട്ട് നോക്കുമ്പോൾ നമ്മൾ നറുട്ടോ ബൊബിറ്റോടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ അപ്പോഴാണ് കൊടുക്കുക ഇവരുടെ സ്റ്റേജ് യൂട്ട്സേ പറ്റത്തുള്ളൂ. അപ്പോൾ നറുട്ടോ കുറാ പറയാ ബോബി അല്ല ഉള്ളത്. അപ്പോൾ സ്റ്റേജ് മോഡ് ബീസ്റ്റ് മോഡ് ഒന്നാക്കിയിട്ട് നമ്മൾ നറുട്ടോ ഒറ്റരടി എല്ലാവരും മാതറയുടെ സൂസറൊക്കെ ഇടുമ്പോൾ നമ്മളെ ഗഡോ സ്റ്റാച്ചു നമ്മൾ മാതറ ഗഡോ സ്റ്റാച്ചു എന്ന് എല്ലാ ടെലിവിഷനും പുറത്തോട്ട് എടുക്കും. അതിൽ കുറാമയും പുറത്തോട്ട് പോകും. കുറാമ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് നറുട്ടോ പോകും. നറുട്ടോ അപ്പോൾ തന്നെ അവൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് നടന്നു നോക്കും. അപ്പോൾ ഗാറിൻ്റെ അടുത്ത് പറയും, ഗാറ നീ ഇപ്പോൾ തന്നെ പോയി മിനാട്ടോൻ്റെ അടുത്തുള്ള ആ കുറാമേനെ ഓൻ്റെ അകത്ത് കയറ്റി പറയും. നമ്മൾ ഗാറേൻ്റെ അടുത്ത് ഇത്ര പവർഫുള്ളായ നൈറ്റേൽസ് ഒന്ന് ഗാറേൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനെ, അതൊന്നും സാധാരണ വിഷയമല്ല. നമ്മൾ ഗാറ പറഞ്ഞ പോലെ തന്നെ മിനാട്ടോ അടുത്ത് പോയിട്ട് നമ്മൾ നറുട്ടോനെ രക്ഷിക്കാൻ വേണ്ടി ചേക്കും. അപ്പോൾ അവൻ്റെ ചക്ര അങ്ങോട്ട് അവന് വിൽക്കും. അപ്പോൾ ബ്ലാക്ക് ജൂട്സുമായിട്ട് അത് കൊണ്ടുപോകും. അപ്പോൾ ഒബിറ്റോൻ്റെ സഹായത്തോടെ തിരിച്ചു നമ്മൾ 90 ബീസ്റ്റിൻ്റെ മോള് അങ്ങ് നോക്കും. പിന്നെ കാവുയോടൊപ്പം ഫൈറ്റിന് ശേഷം ടീം 7 ഫുള്ളായിട്ട് സീൽ ചെയ്യും. കൂടെ തന്നെ നമ്മളെ എല്ലാ ടെലിവിഷനും പുറത്തോട്ട് വരും. ടെലിവിഷൻ പുറത്തോട്ട് വന്നതും അല്ലാണ്ട് നമ്മളെ എല്ലാ ആൾക്കാരും പുറത്തോട്ട് വരും. അപ്പോഴാണ് അവസാനം നമ്മൾ ഒരു വലിയൊരു ട്വിസ്റ്റ് എന്ന് കാത്തിരുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ നറുട്ടോ പറയും, നിന്നെ എത്ര സമയം കണ്ടിട്ടെന്ന് പറയും. അപ്പോൾ പറയും, എന്താണ് ഇങ്ങനെ നിലവിലെ വായ ഇകടാന്ന് പറയും. നല്ല ഫണ്ണായ കോമ്പോ തന്നെയാണ് അത്. അപ്പോൾ
അപ്പോൾ നമ്മൾ ആന്ധ്ര മോസസ്ക്ക് വരും. അപ്പോൾ നിങ്ങളിനി ആരെയും ഉടമ്പിൽ സീലായി ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി നിങ്ങൾ സ്വന്തമായിരിക്കാം. അപ്പോൾ കില്ലർ ബിയുടെ 8 ടൈൽസ് നമ്മൾ 9 ടൈൽസ് പറയും. നമ്മൾ കില്ലർ ബി നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാസ്കെ എല്ലാ ടൈൽഡ് ബിസ് സീലായിട്ട് അതിൽ നമ്മൾ ഇങ്ങും ഉണ്ടാവും. യാങ്ങിപ്പോൾ നമ്മളെ ബമ്പ് ചെയ്തിട്ട് നമ്മൾ കുറാമ ഈ കുറാമേൻ്റെ എന്തൊക്കെ ഓർമ്മ ഉണ്ടോ, അവൻ്റെയൊക്കെ ഓർമ്മ ഇവൻ്റെ അടുത്ത് പോകും. അങ്ങനെ അവസാനം ഫൈനൽ വരെയില്ലേ അവർ രണ്ടാൾക്കാർ നല്ലോണം ഫൈറ്റ് ചെയ്ത് നമ്മൾ നറുട്ടോ ഒരു കൈ മുറിച്ചേക്കും നമ്മൾ രണ്ടാൾക്കാരെയും. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് യുദ്ധം തന്നെ കഴിയും. നമ്മളെ യാങ് രണ്ടും ചേർന്നിട്ട് നമ്മൾ നറുട്ടോനകത്ത് തന്നെ ഫുൾ കുറാമ കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മീഡിയേറ്ററായി മാറ്റും. ഏതെങ്കിലും ടൈൽ ബീസിന് എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ രണ്ടാൾക്കാരെ മോനെ അകത്ത് കുറാമ ഇതുവരെയായിട്ട് അകത്ത് ഉണ്ടായിട്ടുള്ളൂ. ഇനി രണ്ടാൾക്കാരെ എന്തൊക്കെ എഴുതുന്നറിയാമോ, ഹിനാട്ട രക്ഷികമായ സ്ഥലത്ത് 3 വെച്ചിട്ട് ആ ഓർസസുക്കിയ പൊളന്ന് അടി അടിച്ചിട്ട്. പിന്നെ നമ്മളെ സൂസനോടൊപ്പം ചേർന്നിട്ട് നമ്മൾ നറുട്ടോ ഒറ്റൊരടി. പിന്നെ നമ്മൾ കാവാക്കിയെ ക്രിമിനലായിട്ട് കാണുന്ന അവരെ കസ്റ്റഡി കൊണ്ടുവന്നിട്ട് അവരെ ഫാമിലി മെമ്പറായിട്ട് കാണും. പിന്നെ അപ്പോൾ സോക്കാകിയായതുകൊണ്ട് നമ്മൾ നറുട്ടോ കുറച്ച് ടയർഡിലുണ്ടാവും, കുറച്ച് കിടക്കും. അപ്പോൾ നമ്മൾ കുറാമ കാവാക്കിയുടെ അടുത്ത് പറയും ഇവിടുത്തെ ഹൊക്കാകിയാണ്, കാരണം നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിന്, അതൊന്നും ഞാനേ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ഇത് നല്ലവിടെ ആയിക്കോ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കാവാക്കി നല്ലവരായിട്ട് നമ്മൾ നറുട്ടോൻ്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന കാരണം കുറാമത് വേണമെങ്കിൽ പറയാം നമുക്ക്. അങ്ങനെ അവസാനം നമ്മളെ ഒരു ഓർസസുക്കി വെച്ച് നമ്മൾ നറുട്ടോ സാസ്കേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നറുട്ടോക്ക് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നറുട്ടോ സാസ്കെ കുറാൻ പറയൂ, നിനക്ക് ജീവൻ താഴെ വേണം, അത് ബാരൽ മോഡ്. ആ ബാരൽ മോഡ് പോയാൽ ആർക്കും നിന്നെ തൊടാൻ പോലും പറ്റില്ല. പക്ഷെ അവസാനം നമ്മൾ രണ്ടാൾക്കാർ ചാവുന്നു. അങ്ങനെ ഒരു കളം തരം പറഞ്ഞ് അവസാനം ബാരൽ മോഡ് പോയിട്ട് ഓർസസുക്കി പൊളന്ന് അടിച്ച് പോള് തരാം. പക്ഷെ അപ്പോഴാണ് സത്യം മനസ്സിലാവുന്ന നറുട്ടോക്ക് ഈ ടൈൽഡ് ബീസ്റ്റ് ഈ മോഡിലോട്ട് പോയാൽ നമ്മൾ കുറാമ ചാവുമെന്ന്. അങ്ങനെ അവസാനം കുറാമ ചാവും. അവൻ ലാസ്റ്റ് ഒരു ബം ചെയ്തിട്ട് കുറാമയും മെല്ലെ മാഞ്ഞു പോകും. ഇതുവരെയ്ക്ക് ഇത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിട്ട് നമ്മൾ കുറാമ നറുട്ടോ ഇപ്പോഴാണ് ആരും ഇല്ലെന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ടാവുക. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അവൻ ജനിച്ചത് തൊട്ട് കുറാമ അല്ലാണ്ട് അവൻ ആരും മനസ്സിലാക്കില്ല. അവൻ്റെ ബ്രദറെ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നവൻ. ഇങ്ങനത്തെ ഒരു ബോണ്ടിക്ക് ആരുമില്ല. ഇങ്ങനത്തെ ഒരു ടൈൽഡ് ബീസ്റ്റ് പോകുമ്പോൾ ആരും ഏറ്റില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളെ കുറാമ നശിച്ചു എന്ന്. നമ്മൾ നറുട്ടോ ഫാൻസിലല്ല എല്ലാ ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ബൊറുട്ടോ 2 വേർഡ്സിൽ നമ്മളെ ഭീമാവൻ്റെ അകത്ത് കുറാമേനെ കൊണ്ടുവരുന്ന പറയുന്നത്. പക്ഷെ നമുക്ക് ഈ അപ്ഡേറ്റിലില്ലേ കുറാമേനെ നേരെ നമ്മൾ നറുട്ടോനകത്ത് സീൽ ചെയ്താൽ സൂപ്പർ ആയേനെ. അപ്പോൾ ആ കുറാമേനെ ഞാൻ പോവില്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മളതിന് GTA 5 വീഡിയോസൊക്കെ ഇടും. ഈ മോഡൽ സ്റ്റോറിയാണ്. അപ്പോൾ നമ്മൾ GTA 5 വീഡിയോസ് ഇടും, ബട്ട് കൂടെ തന്നെ ഈ നമ്മൾ നറുട്ടോയുടെ വീഡിയോസ് ഇടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ തീർച്ചയായും ബോയ്.